ആമേൻ. നിന്റെ നിത്യത നഷ്ടപ്പെടുത്തുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, ദൈവഹിതമല്ലാത്തത് കാണുന്ന പാപങ്ങൾ, ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന, സ്തോത്രം, ഇതിങ്ങനെ തള്ളി ആമേൻ. ഏറ്റവും വലിയ പാപം റീൽസ് ആമേൻ. കണ്ട് 24 മണിക്കൂറിന് റീൽസ് തള്ളിക്കൊണ്ടിരിക്കുക. ആമേൻ. 10 സെക്കൻഡ് കൊണ്ട് തീരുമല്ലോ. എത്ര സെക്കൻഡാ? അത്ര 1 മിനിറ്റ് കൊണ്ട്. ആ 1 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത റീലിലേക്ക് കയറുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നിന്റെ കണ്ണ് പതിക്കരുത്. ഹല്ലേലൂയ. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു കൺവെൻഷന് പോകുന്ന സമയത്ത് കൺവെൻഷന് കൂടിയിരിക്കുന്ന പിള്ളേര് ഭാഗ്യത്തിന് പാടില്ല, വെറുതോട് പറയുകയാണ്, എമ്പുരാൻ കണ്ടു. എന്നിട്ട് പറയാണ്, ടിക്കറ്റ് ഓൺലൈനിൽ കിട്ടാനില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ. ഒരാഴ്ചക്ക് മുമ്പാണ്. സ്തോത്രം. അപ്പം പാപത്തിലേക്ക് മനുഷ്യനെ അറിയാതെ കൈപിടിച്ചിറക്കുന്ന പൈശാചിക ശക്തികൾ ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ദൈവവുമായിട്ടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന പൈശാചികമായ കാഴ്ചകൾ. ഒന്നാമത്തെ ജീവിതത്തിന്റെ പരാജയം, തോട്ടത്തിൽ പരാജയപ്പെട്ടത് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കാണാൻ ഭംഗിയുള്ളതെന്നും തിന്മാൻ രുചിയുള്ളതെന്നുമൊക്കെ ഹവ്വയ്ക്ക് തോന്നിയപ്പോഴാണ് ആ പഴം പറിച്ച് തിന്നത്. അവിടാണ് ഡിസ്കണക്ഷൻ ഉണ്ടായത്. ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുക. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. പ്രത്യേകിച്ച് ഇപ്പം പിള്ളേർ പാടുന്ന പാട്ടൊക്കെ എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ ഈ സമൂഹത്തിലല്ലേ, ഇല്ലുമിനാറ്റിയും ഇങ്ങനെയുള്ള പാപത്തിൻ്റെ പാട്ടുകളും പൈശാചികം, അതിനകത്തുള്ള ആ സിംബൽസൊക്കെ സോഷ്യൽ മീഡിയയിലെ കണ്ടപ്പോൾ ഇത്രയും പൈശാചികമായൊരു കാര്യം, പാപത്തിലേക്ക് കൈപിടിച്ചിറക്കുന്നൊരു കാര്യം കാണരുത്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. തെറ്റിലേക്ക് നീ വീഴരുത്. ദൈവഹിതമല്ലാത്ത പാപം നീ, ദൈവഹിതമല്ലാത്ത ഒരു കാര്യവും നീ ചെയ്യരുത്. അത് നിന്നെ തകർച്ചയിൽ കൊണ്ടുപോകും, പരാജയത്തിൽ കൊണ്ടുപോകും, തോൽവിയിൽ കൊണ്ടുപോകും. നിന്നെ പ്രലോഭിച്ചെന്ന് വരാം. ഇല്ലേ? ഇന്ന് യൗവനക്കാരെന്ന് മാത്രമല്ല, അപ്പച്ചന്മാരെ അമ്മച്ചിമാര് വരെ ഇന്ന് റീൽസിനകത്തും പാപത്തിനകത്തും ഇങ്ങനെ തെറ്റിനകത്തും ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാനൊരു ദൂത് നിങ്ങൾക്ക് പറയാം. വീട്ടിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ, സമയം ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുമ്പോൾ റീൽസ് കാണാനല്ല ദൈവം നിന്നെ വിളിച്ചത്. വേദപുസ്തകം എടുത്ത് വായിക്ക്. നീ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിയില്. നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിന്റെ ഭാവി തകർന്നു പോകാതിരിക്കാൻ, യൗവനക്കാരെ, യൗവനക്കാഴ്ത്തികളെ, മാതാപിതാക്കളെ, എനിക്ക് കൈമാറാനുള്ള സന്ദേശം, നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ കടംപെട്ടവരാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ദൈവമക്കൾ ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചത് ലൂസിഫറിന്റെ ചേഷ്ടകൾ കാണാനല്ല. ദൈവം നമ്മളെ വിളിച്ചത് എമ്പുരാന്റെ പാപം കാണാനല്ല. നമുക്കൊരു തമ്പുരാനുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ലോകത്തിന്റെ പാപത്തെ നോക്കിയവർ പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയുന്നു, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. നീ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നിനക്ക് തോട്ടത്തെ നീ സംരക്ഷിക്കണം. എത്ര പാപം ചെയ്താലും സ്തോത്രം പറയാം, എന്തെല്ലാം തെറ്റുകൾ കണ്ടാലും സ്തോത്രം പറയാം, പാസ്റ്ററെ കളിപ്പിക്കാം. പക്ഷെ നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നിനക്കൊരു റിമാർക്ക് എഴുതിയാൽ, ഓ ജീസസ്,
അല്ലെങ്കിൽ ഒരു റിമാർക്ക് എൻ്റെ ദൈവം എഴുതിയാൽ നീ ചെയ്ത തെറ്റുകൾക്ക് നീ ഒരു ദിവസം പകരം കൊടുക്കേണ്ടി വരും. അതിൻ്റെ പ്രതിഫലനങ്ങൾ നീ നേരിടേണ്ടി വരും.